എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി വെജിറ്റബിൾ സൂപ്പാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം 3/4 കപ്പ് ഗ്രീൻ പീസാണ് ഞാൻ എടുക്കുന്നത്. അതിനുശേഷം 2 ക്യാരറ്റ്, അതിനെ മുകൾ വശവും താഴ്വശവും ഇതുപോലെ മുറിച്ചെടുക്കണം. അതിനുശേഷം ക്യാരറ്റിൻ്റെ തൊലി നമുക്ക് പീലർ കൊണ്ട് ഇതുപോലെ ചീകിയെടുക്കണം. ആദ്യത്തെ ക്യാരറ്റ് ഇതുപോലെ ചീകി നന്നായിട്ട് എടുത്തിരിക്കുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ക്യാരറ്റ് എടുത്ത് ഇതുപോലെ നമ്മൾ അതിൻ്റെ തൊലി നല്ല രീതിയിൽ സ്ക്രേപ്പറിനകത്ത് ചീകിയെടുക്കണം. അതിനുശേഷം ക്യാരറ്റിനെ ഇതുപോലെ 3 ഭാഗമായിട്ട് മുറിച്ചിട്ട് ആ മൂന്നാമത്തെ ഭാഗത്തിൽ ഓരോരോ ഭാഗമായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണേ. ക്യാരറ്റിന് ശേഷം നമ്മൾ എടുക്കുന്നത് അടുത്തത് ബീൻസാണ്. അപ്പം ബീൻസ് ഒരു 1/4 കിലോയോളം ഉണ്ട്. അപ്പം അതിന് ഇതുപോലെ ചെറുതായിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ. ബീൻസ് അരിഞ്ഞതിന് ശേഷം നമുക്കൊരു പച്ചമുളക് എടുക്കാം. അത് ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു തക്കാളി ഇതുപോലെ പകുതിയാക്കി കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ പച്ചമുളക് ഞാൻ 1 എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എരിവനുസരിച്ച് 2 3 എടുക്കാം. എനിക്ക് ഒരു പച്ചമുളകിൻ്റെ എരിവ് മതി. അപ്പം അതിന് ശേഷം ഒരു സബോളയാണ് എടുക്കുന്നത്. അതിൻ്റെയും തൊലിയെല്ലാം നമുക്ക് പൊളിച്ച് ഇതുപോലെ പകുതിയാക്കി ചെറുതായിട്ട് തന്നെയാണ് ഇതും അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ C ഷേപ്പിൽ അരിഞ്ഞതുപോലെ പെട്ടെന്ന് ഒരു സ്ക്വയർ ഷേപ്പിൽ കുഞ്ഞിതാക്കി നമുക്ക് സബോളയും അരിഞ്ഞെടുക്കാം. ഗ്യാസ് സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ചീനച്ചട്ടി ഒന്ന് ചൂടായിട്ട് നമുക്ക് എല്ലാ വെജിറ്റബിൾസും ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഗ്രീൻ പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് മറക്കല്ലേ. അതും ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചക്കറി ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഒരു അടപ്പ് വെച്ച് ചീനച്ചട്ടി അടച്ചിട്ട് 15 മിനിറ്റോളം വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാം. ഇതാ 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പച്ചക്കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എന്തായാലും 15 മിനിറ്റ് മതി നമുക്ക് പച്ചക്കറി നന്നായിട്ട് വെന്ത് കിട്ടാൻ. അപ്പോൾ നമ്മുടെ പച്ചക്കറി വെന്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ചേർത്ത് നമ്മൾ പച്ചക്കറി വേവിച്ചു. ഇനി നമുക്ക് സൂപ്പ് കൺസിസ്റ്റൻസിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ വെള്ളപ്പരുവത്തിലുള്ള ഒരു കൺസിസ്റ്റൻസിയിലുള്ള സൂപ്പ് റെഡിയാണ്. പക്ഷേ എനിക്കിച്ചിരി കട്ടിയായിട്ട് വേണം, ഇച്ചിരി കൊഴുപ്പായിട്ടിരിക്കണം എനിക്ക് സൂപ്പ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാഗിപ്പൊടി ചേർക്കുന്നത്. അഥവാ നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ സൂപ്പ് കുടിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതിനകത്തൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഈ പച്ചക്കറി അരിഞ്ഞത് നമുക്ക് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ട് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. അപ്പം നമുക്കിതിലേക്ക് 1/4 കപ്പ് രാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് മതിയാകും. രാഗി ഒന്ന് നന്നായിട്ട് ഒരു പരുവത്തിലൊന്ന് വെന്ത് വരാൻ നേരത്ത് നമ്മുടെ സൂപ്പിനൊരു നല്ലൊരു തിക്നെസ് കിട്ടും, നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടും സൂപ്പിന്. എനിക്ക് ആ ഒരു പരുവത്തിലാണ് സൂപ്പ് ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന്
ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പരുവത്തിൽ നമുക്ക് സൂപ്പ് റെഡിയാകും. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡിയായി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സൂപ്പ് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്ത് എടുക്കാം. ഈ ഒരു സൂപ്പിനകത്ത് നമ്മൾ എണ്ണയോ വേറെ മസാലകളോ ഒന്നും ചേർക്കുന്നില്ല. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഹെൽത്തി സൂപ്പാണ്. അപ്പോൾ നിങ്ങളൊന്നിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.